നമ്മളിന്ന് വന്നേ ധർമ്മടം മീത്തൽപ്പുഴയാന്ന് പറഞ്ഞാൽ സ്നേഹ വീട് എന്ന് പറഞ്ഞ ഒരു മന്ദിരമാണ്. കുറേ അമ്മമാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ പരിപാടിയേനും. അപ്പോൾ കുറേ അമ്മമാരെല്ലാം കണ്ട് പരിചയപ്പെട്ട് അവർക്ക് ഇന്നൊരാളെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവർക്ക് ഇവിടെ സദ്യ ഒരുക്കി. പിന്നെ അമ്മമാരെല്ലാം കണ്ട് അമ്മമാർ കിടക്കുന്ന റൂമാണ്. അതിൽ അന്നേരം പരിചയപ്പെട്ട് വളരെയധികം സന്തോഷമായി. എന്നുവെച്ചാൽ അത്രയാണ് ഇത്. വല്ലാതെ സങ്കടവും ഉണ്ട് കാണുമ്പോൾ. ഇവിടെ ഒരമ്മേനെ പരിചയപ്പെട്ട്. അമ്മേൻ്റെ പേരെന്തുവാ? കാരാളി. ഇന്ന് പരിപാടിക്ക് വന്ന് സന്തോഷമായി. അമ്മമാരെ കണ്ടതിൽ വളരെയധികം സന്തോഷം. സുഖമല്ലേ? ഇതാ വേറെ ഒരു അമ്മേനെ കണ്ട്. നേരത്തെ അമ്മയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ മുണ്ടിയായിരുന്നു അല്ലേ? അമ്മേൻ്റെ പേര് പറഞ്ഞില്ല. എന്തായാലും പേര്? നളിനി. എങ്ങനെയാ ഭക്ഷണം എല്ലാം? നല്ല അടിപൊളിയല്ലേ? സന്തോഷമല്ലേ? ഏതായാലും അമ്മാനെ എല്ലാം കണ്ടതിലും വളരെ സന്തോഷം. ഇനിയും അമ്മേനെ കാണാൻ നമ്മൾ വരും. ഇപ്പം നമ്മൾ നമ്മൾ വീട്ടിലേക്ക് പോവുക. ഇവിടെ വന്നതാ പരിപാടി കണ്ടേരം അമ്മേനെല്ലാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് എന്നും വരും. ശരി കേട്ടാ, അമ്മേനെ കാണാൻ വരൂ. ഞാൻ ആദ്യം വന്നിട്ടുണ്ട്, തുടങ്ങിയ പാട് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയും വരും. അമ്മ സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അവിടെ പോവും. എന്താ അമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ ഭർത്താവുണ്ട്, ഞാനും ഉണ്ട്. ശരി എന്നാലേ. സന്തോഷം. ഇവിടെ മേലെയുണ്ട്. അപ്പം നമ്മൾ മേലെയുള്ള അമ്മമാരെയും കാണാൻ പോവാം. അമ്മമാരെ കണ്ട് സംസാരിച്ചാൽ അവർക്ക് സന്തോഷവും. വെച്ചാൽ ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. ഒരു മക്കളിൽ നിന്ന് സ്നേഹം കിട്ടാണ്ട് വന്നാൽ നമുക്കറിയാം എത്രമാത്രം വേദനയുണ്ട്. ഇപ്പോൾ ഒരമ്മേനെ കണ്ട്. അമ്മയെ പേരെന്തുവാ? ഗിരിജ. അമ്മേനെ കാണാൻ വന്നതാ. ഇവിടെ എല്ലാവരെയും കാണാൻ വന്നതാ. ഊണെല്ലാം കഴിച്ച് സന്തോഷമായില്ലേ? അമ്മ ഇത് വേറൊരമ്മ. ഇവരുടെ പേര് ലക്ഷ്മി എന്നാണ്. എവിടെ വീട്? തലശ്ശേരി. ഭക്ഷണമെല്ലാം കഴിച്ച് സന്തോഷമായില്ലേ? ഇവിടെയുണ്ട്. നല്ലൊരു സംവിധാനമാണ് അമ്മമാർക്ക് ഒരുക്കിയ. നല്ല ഭക്ഷണങ്ങളും എന്നുവെച്ചാൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഇതാണ്. ഇവിടെയുണ്ട് ഒരു വളരെ പ്രായമായ ഒരു അമ്മച്ചിയാണ് ഒച്ചപ്പാടാക്കുന്നുണ്ട് ഒരാൾ. അവരെ കണ്ട്. ശരി, ഓക്കെ. എന്നാൽ താങ്ക് യു. എല്ലാവരെയും കണ്ട് സന്തോഷമായി നമുക്ക്. ഇതെൻ്റെ നാട്ടിൽ തന്നെയാണ്, എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ്.